നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ താലിബാനിലും വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതിൻ്റെ ചരിത്രപരവും സാമൂഹ്യവും സാമ്പത്തികവും മതപരവും തീവ്രവാദപരവുമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ രസകരമാണ്. ധാരാളം താലിബാൻ ഉണ്ടായി തന്നെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായിട്ടാണ് ഇപ്പോൾ അവർ അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രവിശ്യയിൽ ഭരണം കൈയാളുകയും അവർ മറ്റൊരു തരത്തിൽ മിതവാദത്തിലേക്ക് വന്ന് ഇന്ത്യയൊക്കെ അംഗീകരിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ചരിത്രപരമായ കാര്യങ്ങളുണ്ട്, മതമൗലികവാദത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭീകരതയുടെ കാര്യങ്ങളുണ്ട്. 1990, 2001 കാലഘട്ടത്തിലാണ് സോവിയറ്റ് 79-80 കാലഘട്ടത്തിൽ 1990, 2001 കാലം പറയുമ്പോൾ തന്നെ 1979, 89 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാൻ അധിനിവേശം നടത്തിയിട്ടിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയനാണ് അഫ്ഗാനിലൊരു അധിനിവേശം നടത്തി. അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് മുജാഹിറുകൾ എന്ന ഇസ്ലാമിക് പോരാളികളെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ വലിയ തോതിലാണ് അഫ്ഗാനിസ്ഥാനിൽ സമരങ്ങൾ നടന്നിരിക്കുന്നത്. 94 അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ പ്രസ്ഥാനം രൂപപ്പെടുന്നത് 1994 അത് പിന്നെ പാശ്ചാത്യൻ ഗോത്രങ്ങൾക്കും മദ്രസ വിദ്യാർത്ഥികളുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു യുവ നേതൃത്വമായിരുന്നു അതിനകത്ത് വന്നിരുന്നത്. 96 കാബൂൾ പിടിച്ചെടുത്തുകൊണ്ട് താലിബാൻ ഭരണകൂടം സ്ഥാപിച്ചു. അപ്പോൾ താലിബാനും ഒരു ഭരണകൂടമായി മാറി. പാകിസ്ഥാനും സൗദി അറേബ്യയുടെയും UAE എന്നിവരാണ് അവരുടെ പ്രധാന പിന്തുണക്കാർ. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാനിൻ്റെ കബൂൾ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു താലിബാൻ ഭരണം നിലവിലുണ്ട്. അതിനുശേഷം 2001, 2007 കാലഘട്ടമാകുമ്പോൾ വീണ്ടും അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയാണ്. താലിബാൻ ഭരണകൂടം വീണു. എന്നാൽ താലിബാൻ നേതാക്കൾ പാകിസ്ഥാനിലേക്ക് ഒളിച്ചു. അവർ അവിടത്തേക്ക് അവരുടെ താവളം മാറ്റി. ഈ സമയത്ത് വാർ ഓൺ ടെറർ എന്നതിൽ പങ്കാളിയായി പാകിസ്ഥാൻ അമേരിക്കയുടെ വാർ ഓൺ ടെററിൽ പങ്കാളിയായി സ്വന്തം അതിർത്തികളിൽ താലിബാനെ നിശബ്ദമായി ബന്ധിച്ചു. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ താലിബാൻ എന്ന സംഘടനയുടെ ജനനത്തിന് അത് കാരണവുമായി. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ രസകരമായൊരു ചരിത്രമാണുള്ളത്. 2007 വിവിധ താലിബാൻ കൂട്ടങ്ങളെല്ലാം കൂടെ ചേർന്ന് ടെൽട്രിക് താലിബാൻ പാകിസ്ഥാൻ TTP എന്ന് പറയുന്ന പുതിയൊരു പാർട്ടിക്ക് രൂപം കൊടുത്തു. പാകിസ്ഥാൻ്റെ ശരിയായ നിയമം നടപ്പിലാക്കുകയും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ജിഹാദ് നടത്തുകയും, ജിഹാദ് എന്ന് പറഞ്ഞാൽ മോചനം, സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥത്തിൽ നടത്തുകയെന്ന്. 2007 ലാൽ മസ്ജിദ് ഇസ്ലാമിക പള്ളി യുദ്ധം ഇസ്ലാമാബാദിൽ വെച്ച് നടന്നു. അതുപോലെ തന്നെ 2000 സ്വാദ് വാലി പിടിച്ചെടുക്കുന്ന സമരവും നടന്നു. അതുപോലെ 2014 പെഷവാറിൽ സ്കൂൾ ആക്രമണം നടന്നു. 150 വിദ്യാർത്ഥിനികളെയാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും ഭീകരമായ വേദനാജനകമായ ഒരു ആക്രമണം നടന്നത് പെഷവാർ സ്കൂൾ ആക്രമണമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രതികരണം അവർ പ്രതികരിച്ചു. അവർ 2014 ഓപ്പറേഷൻ സാർബ് ആർസ് എന്ന് പറയുന്ന വസീരിസ്ഥാൻ മേഖലയിൽ വലിയ സൈനിക ഓപ്പറേഷൻ നടത്തി. അപ്പോൾ രസകരമാണ് ഈ കാര്യങ്ങൾ. 2017 ഓപ്പറേഷൻ റാദുൽ ഫസാദ് രാജ്യവ്യാപകമായി ഭീകരവിരുദ്ധ പ്രസ്ഥാനവും ആരംഭിച്ചു. താലിബാൻ്റെ ശക്തി കുറയുകയും TTP നേതാക്കൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ 2021 ആകുമ്പോൾ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഇങ്ങനെ ചാടുന്നു, ഇറങ്ങുന്നു, കയറുന്നു, നിൽക്കുന്നു എന്ന രസകരമാണ്. 2022-25 ആകുമ്പോൾ TTP പാകിസ്ഥാനിൽ വീണ്ടും ആക്രമണങ്ങൾ വർദ്ധിച്ചു. പ്രത്യേകിച്ച് ഖൈബർ പാകിസ്ഥാൻ മേഖലകളിലൊക്കെ. എന്നാൽ ഇപ്പോഴത്തെ പ്രസൻ്റ് അവസ്ഥ, കഴിഞ്ഞ ദിവസങ്ങളിൽ TTP പാകിസ്ഥാൻ സർക്കാർ, സൈന്യം എന്നിവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ സൈന്യത്തിനെതിരെ TTP സമരം പ്രഖ്യാപിച്ചു. അഫ്ഗാൻ താലിബാൻ അവരെ നേരിട്ട് നിയന്ത്രിക്കില്ലെന്ന് പറയുമ്പോഴും അഫ്ഗാൻ അതിർത്തിയിൽ അവർക്കുള്ള അഭയസ്ഥാനം പാകിസ്ഥാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെയും ചൈനയുടെയും സഹായത്തോടെ TTP-നെ അടിച്ചമർത്താനുള്ള പുതിയ പദ്ധതിയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അഫ്ഗാനിസ്ഥാനിലെയും ഭരണകൂടങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് പോകും. ഇതിനകത്ത് താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ സഹായിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമരത്തെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ യുദ്ധത്തെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ആക്രമണത്തെ സഹായിക്കുന്നില്ല. പക്ഷേ താലിബാനെ അല്ലാതെ രാജ്യമായി അംഗീകരിക്കുന്നതിൽ ഇന്ത്യക്കും വിമുഖതയില്ല എന്ന് ഇന്ത്യ സൂചിപ്പിച്ച്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് വലിയ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ, അപ്പോൾ മതത്തിൻ്റെ പേരിൽ മാത്രമല്ല രാജ്യത്ത് സംഭവം നടന്നത്, അധികാരത്തിൻ്റെ പേരിലും സ്വയംഭരണ അവകാശത്തിൻ്റെ പേരിലും ഒരേ മതത്തിൽപ്പെട്ടവർ തന്നെ ഭിന്നിച്ച് നിന്നുകൊണ്ട് തന്നെ സമരം ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന, പരസ്പരം ആക്രമണം നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ ലോകത്ത് കാണുകയാണ്. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യക്തിബന്ധവും നയതന്ത്രപരവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുകൊണ്ട്
താലിബാനുമായിട്ടുള്ള സംഘർഷം, താലിബാൻ പ്രദേശം ആക്രമിക്കുന്ന സൈന്യവും പാകിസ്ഥാൻ സൈന്യവും താലിബാൻ TTPയും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമോ? അങ്ങനെ വന്നാൽ ബംഗ്ലാദേശുണ്ട്, ഇന്ത്യയുണ്ട്, മറ്റ് സമീപ സംസ്ഥാനങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അമേരിക്കയ്ക്ക് എല്ലാ കാലവും ഒരു കണ്ണ് താലിബാനിലുണ്ട്, താലിബാനിൻ്റെ ഭാഗത്തുണ്ട്. അതുപോലെ സൗദി അറേബ്യയ്ക്കുണ്ട്, UAE മറ്റ് രാജ്യങ്ങൾക്കുണ്ട്, ഒരുപാട് ചൈനയ്ക്കുണ്ട് ഇതിനകത്തൊരു താല്പര്യം, റഷ്യയ്ക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെ ഇതിനകത്തൊരു നല്ല രസകരമായ കാര്യം, ഓരോ യുദ്ധം വരുമ്പോഴും ആ യുദ്ധത്തിൻ്റെ ഭാഗമായി വിറ്റുപോകുന്ന മിസൈലുകൾ, ഡ്രോണുകൾ, അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങൾ, പിന്നെ ശുശ്രൂഷിക്കാനുള്ള ഇതങ്ങനെ ഒരുപാട് കച്ചവട സാധ്യതയുണ്ട്. അപ്പോൾ അതും എല്ലാ രാജ്യങ്ങളും നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറയുമല്ലോ, മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചെന്നായി പിന്നെ രക്തം കുടിക്കാൻ നിൽക്കുന്നത് പോലെ, ചിലപ്പോൾ ചെന്നായി ചത്തുപോകും, എന്നാലും നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചെന്നായിക്കായിരിക്കും പരിക്ക് പറ്റുന്നത്. എന്നാലും ഈ ഒരു സമീപനമുണ്ട്. രണ്ടുപേർ ബഹളം ഉണ്ടാക്കുമ്പോൾ ഒരാളിൽ നിന്ന് കൈ ഉരച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എങ്ങനെയെങ്കിലും ഇത് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ മൂപ്പിച്ചെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനിൽ വലിയ സംഘർഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ ആഗോള പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകുമ്പോൾ വെറുമൊരു യുദ്ധം മാത്രമല്ല, പരസ്പരം വെട്ടിപ്പിടിക്കൽ മാത്രമല്ല, മതഭീകരതയുണ്ട്, രാജ്യാന്തര താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ തീവ്രവാദത്തിൻ്റെ വിഷയങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, സാമൂഹ്യ സാംസ്കാരികമായ എല്ലാ വിഷയങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന അതീവ സങ്കീർണവും സംഘർഷാത്മകവുമായ ഒരു വിഷയമാണ് പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തിക ഫലമെന്ന് പറയുന്നത്, അതിപ്പോൾ ഗാസയുടെ കഥ എടുത്താലും, അല്ലെങ്കിൽ പിന്നെ ഹമാസിൻ്റെ കാര്യം എടുത്താലും, ഇസ്രായേലിൻ്റെ കഥ എടുത്താലും, പിന്നെ എല്ലാത്തിലും ജെറുസലേം കഥകൾ എടുത്താലും, ഗാസാപ്പട്ടിയുടെ കാര്യം എടുത്താലും, കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും പാവപ്പെട്ട ആളുകളുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടകരമായ കാര്യം. സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും, വ്യക്തിപരമായ ആളുകൾ. എന്നാലും അവർക്ക് നല്ല ഭക്ഷണമുണ്ട്, അതുവരെ അവർ നല്ല ഭക്ഷണം കഴിച്ചവരാണ്, നല്ല രീതിയിൽ എല്ലാ സുഖസൗകര്യങ്ങൾ കഴിയുന്നു. അവരുടെ കുടുംബത്തിനൊക്കെ ചിലപ്പോൾ നല്ല പണമെല്ലാം കൊടുക്കും, മരിച്ചു പിന്നെ രക്തസാക്ഷി പരിവേഷവും കിട്ടും. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, കിടപ്പാടത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു അന്വേഷണത്തിലാണ് ഒരു ജനത. തീർച്ചയായും അതുകൊണ്ട് ഒരു യുദ്ധവും നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതല്ല. നോക്കൂ, വിധിയുടെ വൈപരീത്യം പോലെ ഗാസയിൽ അല്ലെങ്കിൽ ഹമാസിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ ചർച്ചയുടെ രൂപം കേൾക്കുമ്പോൾ ഇതാ സാത്താൻ, അവിടെ നിന്ന് യുദ്ധത്തിൻ്റെ സാത്താൻ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധ സാത്താൻ ഇവിടെ ഈ ഭൂമുഖത്ത് മാനവരാശിയുടെ മനസ്സിലുണ്ട്. അവർ ഇങ്ങനെ ഉക്രൈനിലും റഷ്യയിലും ഗാസയിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇസ്രായേലിലും ഇപ്പോഴിതാ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ യുദ്ധ സാത്താനെ ആരാണൊന്ന് പിടിച്ചു കെട്ടുക?